വാട്ട്സ്ആപ്പ് ബോയ്സും ഗേൾസും കാണുന്ന ഇറക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പിന്നെയും ഒരു തിരക്കേറിയ ദിവസമാണ്. നമ്മൾ അബാൻഡൻ തമിഴ്നാട് ചെയ്യാൻ പോകുന്നു. അതിന് തുടക്കം വെക്കുന്നു. ഓ എന്ത് ചൂടാണ് ഈ കാറിനകത്ത്. ഇന്ന് എന്റെ ക്യാമറമാൻ കുറച്ച് നേരത്തേക്കില്ല, വൈകുന്നേരമൊക്കെ വരത്തുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. വല്ലതും ഫുഡ് പോയി കഴിക്കട്ടെ. വീട്ടിൽ അമ്മ ഒക്കെ തിരക്കിലായിരുന്നു. ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് വന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല. നോൺ വെജ് വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പുറത്തേക്ക് കഴിക്കേണ്ടി വരും. ഇത് കണ്ട, എനിക്ക് ഗാംബ്ലിങ്ങിന്റെ പ്രൊമോഷൻ എപ്പോഴും വരും. പോയിന്റെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഫുള്ളും കഴിച്ചു തീർക്കണം. പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയാൽ അടുത്ത പണി കിട്ടും. ഇപ്പൊ രണ്ടാമത്തെ ഫുഡും വന്നിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ബട്ടർ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അൽഫാം ബട്ടറാണെന്നവർ പറഞ്ഞ. ഇതിനകത്ത് എന്താണ് ബട്ടർ തന്നെ ആയിരിക്കും. എനിക്കിങ്ങനെ ടേസ്റ്റ് കഴിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തായാലും ഇപ്പൊ ട്രെയിനറിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്തിട്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ട് അബാൻഡൻ ചെയ്യുന്നതിന് മുമ്പ്. കാറ് നോക്കണം, ഡ്രൈവറിനെ നോക്കണം, ക്യാമറ നോക്കണം, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ 1.5 മണിക്കായി. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കണ്ടസ്റ്റന്മാരെത്തും. അപ്പൊ അമ്മമാരെ പോയിട്ട് ആദ്യത്തെ ഇന്നത്തെ ഷൂട്ട് ചെയ്യണം. ആരിവൻ കല്ല് പൊക്കാതെ വരുന്നു. എനിക്ക് വേണ്ടി ചാർജറൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. ഇവിടുത്തെ അകത്തോട്ട് എന്തിനു പോകുന്നറിയാം. ഓ തിരിച്ചു വരുന്നു ചാർജറും സ്ട്രാപ്പും വീഡിയോ എടുക്കാൻ വേണ്ടി. അകത്തോട്ട് കയറും. ഫോൺ മേടിച്ച ഏത് ഫോൺ? iPhone 6 Pro. എപ്പ തുറന്ന് കവറൊക്കെ കിട്ടുന്ന? കവറിന് കുറച്ച് പഴക്കമുണ്ടല്ലേ? അല്ല പുതിയ കവർ. ഓ എനിക്ക് കൊള്ളാം. 2 ഫോണോ? ഓ എനിക്ക് വയ്യ. ഒരെണ്ണം ആൻഡ്രോയിഡ്, ഒരെണ്ണം അതിനകത്ത് പൈസ. ഓ 700 രൂപ കൈ തരാം. അക്കൗണ്ട് ഇട്ട് തരുമോ? എന്തിന്? കൊള്ളാം. ഞാനിപ്പോ വെളിയിൽ പോകുമ്പോഴേ, നീ വെളിയിൽ പോകുമ്പോ ആൾക്കാരെന്റെ അടുത്ത് വെളിക്ക് പോകുമ്പോഴേ വീഡിയോ കാണുന്ന ചേട്ടനല്ലേ എന്ന് പറഞ്ഞ് ഓടിയൊക്കെ ലുലുമോളി വെച്ചിട്ട് കണ്ടില്ലേ? എനിക്ക് വയ്യ. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് ഞാൻ അവിടെ ഓടിച്ച് വന്ന് അവൻ വലിയ ഇതാക്കിയില്ല. ക്യാമറ മേടിക്കാൻ പോയത്. അപ്പൊ അകത്തോട്ട് കേറി പോയപ്പോ തിരിച്ചു വന്നപ്പോ ഇവൻ എടോ കൊറേ പിള്ളേര് വീഡിയോ കാണുന്ന ചേട്ടനല്ലേ. ഞാനപ്പ തിരിച്ചു പോണ വഴി ഇവരെല്ലാരും കൂടെ അവിടെ നിൽക്കുന്നു. പറയുന്നതും പിള്ളേര് വരുന്നു. കുറച്ച് സ്ക്രിപ്റ്റുകൾ പറയത്തില്ല. പിള്ളേര് തന്നെ അവ അപ്പുറത്തെ വഴിയുടെ പോപ്പിയോട് വെളിയിലോട്ട് അമ്പലത്തിലോട്ട് പോകത്തില്ലേ, അവിടെ നിക്കുന്നു. ഞാൻ കഴിച്ചേട്ടാ വളഞ്ഞു ഫുള്ളും കൂടെ വളഞ്ഞേട്ടാ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബറിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി. ഇവരെവിടെയും കണ്ടിട്ടുണ്ടോ? പറയൂ. ഹലോ. വണ്ണം വെച്ചാ നീ? വണ്ണം വെച്ചാ? ഷർട്ടിന്റെ മോൻ വണ്ണം വെച്ചിരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സബ്സ്ക്രൈബറുമായിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുക. ഇവിടെ നമ്മൾ ഇൻട്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് വെളുപ്പിനെ ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ നിന്ന് അവളുടെ തമിഴ്നാട് ചെയ്യാൻ വേണ്ടി പാതിരാത്രി ആയിരിക്കും ഇറങ്ങാൻ. നൈസ് ആയിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. സീനിക് വ്യൂ. ബോയ്സ്, അതെന്താണ് ഇതുവരെ കാണാത്തൊരു സ്പീഷീസ്? അതെന്ത് സംഭവം? കൊക്ക. ഓ അതാണെന്ന് തോന്നുന്നു. എന്തോ ആണ്, എൻ്റെ പേര് അറിയത്തില്ല എന്തെന്നാണെന്ന്. ഒറ്റയ്ക്കിരിക്കുന്നു. ഇത് ബാറ്റും പറഞ്ഞു നടക്കും. നോക്കി ട്രാക്ക് ചെയ്യുന്ന കിടിലായിട്ട്. നമുക്ക് ഇറങ്ങി എങ്ങോട്ടോ പോകുന്ന അറിയത്തില്ല. അപ്പോൾ ബാക്കിയുള്ളവർ വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാം. ക്ലോത്ത് എടുക്കേണ്ടായിരുന്നു തുടക്കം. എങ്ങോട്ട് പോകുന്നത്? രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് വന്നിരിക്കുന്നു. എങ്ങോട്ടാ? അബാൻഡൻ റെഡിയാണോ? നമ്മുടെ മാനേജർ അവിടെ നിൽക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എൻ്റെ ക്യാമറ വന്നിട്ടില്ല കേട്ടാ. എൻ്റെ ക്യാമറ പുതിയ ക്യാമറമാനാണ്. എൻ്റെ ക്യാമറ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റ് ആവുമോ ഇല്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവനില്ല. അതുകൊണ്ട് അതിന് പകരം നാളത്തേക്ക് അബാൻഡൻ തമിഴ്നാട് കറങ്ങി സ്ഥലം പറയണോ? എന്തെങ്കിലുമൊക്കെ പറ. നാളെ അറിയാം. തമിഴ്നാട് കുഴപ്പമില്ല. അവിടെ ചിന്നവിടൊക്കെ ഉണ്ടാ? അല്ല എംബി, ക്യാമറ കറക്റ്റേ ഫോക്കസ് ചെയ്യാവുള്ളൂ. മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ ഇടി കിട്ടും. ബിസി. അടുത്ത ചിന്നയാണ്. ചിന്ന മാനേജറിനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ നമ്മളിവിടുന്ന് ഇനി 12 മണിക്കാണ് പോകാൻ പോകുന്നത്. വെളുപ്പിനെ ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല, കുറെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും കണ്ണ് കെട്ടിയിരിക്കുവായിരുന്നു. എനിക്ക് 12 മണിക്ക് പിന്നെയും കണ്ണ് കെട്ടും. നമുക്ക് ബ്രോനെ നമ്മൾ ഹോം സ്റ്റേ കൊണ്ട് വിട്ടിരിക്കുകയാണ്. നമ്മൾ രാത്രി വന്ന് പിക്കപ്പ് ചെയ്യും ഇവിടുന്ന്. നമ്മൾ ബൻ മസ്ക് കഴിക്കാൻ പോവുകയാണ്. മറ്റേ ഒറിജിനൽ അല്ല, ഇവിടെ അത് വൈറലായി കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടത്തും കുറെ വന്നില്ലേ. അങ്ങനെ അതെ അവിടെ ഒരു ചെറിയൊരു സ്റ്റോൾ നോക്കി ആ കൊച്ചവിടെ നിൽക്കുന്നു. അതിപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാം. വല്ലതും കിട്ടുമോ ഇല്ലയോ? നല്ല കറുത്ത വെള്ളം, നല്ല വൃത്തിയുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് അനങ്ങുന്നുണ്ട്. ഓ അനങ്ങുന്നുണ്ടല്ലോ.
ഇത് ചെമ്പല്ലിയ, സിലോപ്പിയ. നമുക്ക് ഒരു ബൺ മസ്ക് കൂടി ട്രൈ ചെയ്ത് നോക്കാം. മറ്റേത് കുഴപ്പമില്ലായിരുന്നു, ഇതും കുഴപ്പമില്ലായിരിക്കും. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതിനകത്ത് ബണ്ണിന്റെ കുറെ ടേസ്റ്റ്, അതാണ് ഈ ക്രീമിന് നല്ല ടേസ്റ്റ് വരുന്നത്. ചായ മുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടോ. കുറച്ചുകൂടി ക്രീം തേച്ചിരുന്നെങ്കിൽ എന്നെക്കാട്ടിന് സെറ്റ് ആയിരുന്നു. ഇവിടെ ഹെൽത്ത് സ്കോഡൊക്കെ വന്നല്ല, ബൺ മസ്ക് പൊട്ടിക്കാൻ വേണ്ടിയാണ്. മേടിക്കാൻ വന്നേരിക്കടാ, അടപ്പിക്കുവാണോ തോന്നാട്ടെ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി പുറകിലുള്ള ക്യാമറ, ബാറ്ററി എല്ലാം ചാർജിന് വെക്കണം. ഇന്ന് രാത്രി പോകാനുള്ളതാണ്. ഞാൻ ക്യാമറ ചാർജിന് വെച്ചിട്ടുണ്ട്. ഇതിന്റെ 2 ബാറ്ററിയും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതും ചാർജ് ചെയ്യണം. ഇത് ആയി കഴിയുന്നു. ഈ മൊബൈലും ചാർജ് ചെയ്തിട്ടുണ്ട്. പുതിയത് മേടിച്ചതാ. കവർ മേടിച്ചിട്ട് അപ്പൊ എന്റെ കയ്യിരിക്കുന്ന ഫോൺ ഏതാ പിന്നെ? ഫോൺ അത് പുതിയ മേടിച്ച. പിന്നെ അർജുൻ എംപി അത്രയ്ക്ക് വലിയ ഇതൊന്നും ആവണ്ട. വാടകയ്ക്ക് വാങ്ങിച്ചാ വാടകയ്ക്ക് എടുത്താ. അതെ ആണെങ്കിൽ ഏത് പ്രാണിനെ അടപിടിക്കുന്നത് നീ അവിടെ? അവൻ ഒരു സ്ഥലത്ത് അടങ്ങി ഇരിക്കത്തില്ല. ആക്രമണം. ഞാൻ മിസ് ചെയ്ത് വന്നാണ്ടേ അജിമേല്, ഇന്ന് വന്നാണ്ടേ. അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്യുന്ന ചെറിയൊരു മുഴക്കമുണ്ട്. എന്താണ് മുഴൽ? എന്തോ ഒരു മുഴക്കമുണ്ടെന്ന് ഉദ്ദേശിച്ചു. വർക്കൗട്ട് കഴിഞ്ഞ തുടങ്ങിയല്ല, കഴിയാറാ. കൺസിസ്റ്റൻസി ആണ്, സമ്മതിക്കണം. ഒന്നും ഇല്ലെങ്കിലും ഡെയിലി ജിമ്മിലെങ്കിലും വരും. ആശാൻ പറയുന്ന കേട്ടാ കയ്യിൽ പോയി മോശമാണെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത് ആശാന്? 8 ലൈനുണ്ടോ ഫോണിലാണോ? അങ്ങനെ പറയണം. അപ്പൊ ഹണിയാ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ചെയ്യുന്നത്, കഴിച്ചിട്ട് ചെയ്യുക. അങ്ങനെയാണല്ലേ കാര്യങ്ങളുടെ കിടപ്പ്. ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന്, പക്ഷെ പെണ്ണില്ല. ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ കഴിക്കാൻ നേരത്തെ അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിന് വാങ്ങി വെച്ചു കൊടുക്കും. തീർന്നു. കല്യാണ മാർക്കറ്റ് എന്റെ അണ്ടിപ്പരിപ്പ് തിന്നലാണല്ലേ മെയിൻ ഹോബി. ക്രിസ്മസ് ഇല്ലേ, ആ ക്രിസ്മസ് അവന് വാങ്ങി വെച്ചു കൊടുക്കും. ഒറ്റ ഡിമാൻഡ്. ആണ് ഇത്ര നാണം വരുന്നത്. എന്തുണ്ടായിക്കൊണ്ടിരിക്കുക അമ്മ? അതെനിക്ക് കാണാം. ഓ, ഞാൻ തമിഴ്നാട്ടിലോട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ചിക്കൻ ഉണ്ടാക്കിയതാണ്. തമിഴ്നാട്ടിലോട്ട് പോണോണ്ട് ഇന്ന് വേറെ ഒന്നും വെക്കണ്ടെന്ന് ഓർത്തതാ. മീൻ ഉണ്ടാക്കിയിരുന്നു രാവിലെ കഴിക്കും. ലാജവാ. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ തമിഴ്നാട്ടിൻ്റെ തെരുവുകളിലൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ടാസ്ക് ചെയ്ത് നടക്കുമായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും തമിഴ്നാട് ആൾക്കാർ എന്നെ തല്ലി ഓടിക്കുമായിരിക്കും, പറയാൻ പറ്റത്തില്ല, എന്തുകൊണ്ട് സംഭവിക്കാം. ഫൈനലി ചിക്കൻ വെന്ത് എൻ്റെ കൈ കിട്ടിയിരിക്കുന്നു. ഓ, സ്മെല്ല് കാരണം എൻ്റെ വായിന്ന് വെള്ളം വരുന്നു. കഴിച്ചു തീർക്കട്ടെ. അത് ഇവിടെ കാണാം. I hope you guys are wonderful. I'll see you guys next time in the next video. Peace. നിങ്ങൾ പോയിട്ട് വല്ല പ്രോട്ടീൻ കഴിക്കും.